ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലെയേഴ്സ് ഇൻ ദ ഇന്ത്യൻ മണി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇന്ത്യൻ മണി മാർക്കറ്റിലെ പ്ലെയേഴ്സ് എന്നുള്ളത് നോക്കാം. സോ ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ മണി മാർക്കറ്റ് ആർ ഹൈ വോളിയം ഇൻവോൾവിംഗ് ലാർജ് മാർക്കറ്റ്. സോ മണി മാർക്കറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ സ്മോൾ നമ്പർ ഓഫ് ലാർജ് പ്ലെയേഴ്സ്. എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, മണി മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഒരു സ്മോൾ നമ്പർ ഓഫ് ലാർജ് പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ സം ഓഫ് ദി ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സ് in the money market are പ്ലെയേഴ്സ് എന്നുള്ളത് നോക്കാം. ഒന്ന് ഗവൺമെന്റ് ആണ്, ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IFCI, IDBI, ICICI, IRBI, LIC, UTI, etc. Then commercial banks including scheduled as well as non-scheduled commercial banks, private banks, foreign banks, State Bank of India and its subsidiaries, cooperative banks, etc. Then discount and finance house of India, brokers, provident fund, public sector undertakings, corporate units. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന പ്ലെയേഴ്സ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് RBI എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ നെർവ് സെന്റർ ഓഫ് ഫിനാൻഷ്യൽ മോണിറ്ററി സിസ്റ്റം. ഒരു ഫിനാൻഷ്യൽ ആൻഡ് മോണിറ്ററി സിസ്റ്റത്തിന്റെ ഒരു നെർവ് സെന്റർ ആണ് RBI എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് മെയിൻ റെഗുലേറ്റർ ഓഫ് ദ മണി മാർക്കറ്റ് അല്ലെ. RBI നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ റെഗുലേറ്റർ ആണ്, മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. സോ ദ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് കംസ് അണ്ടർ ദ ഡയറക്റ്റ് റെഗുലേഷൻ ഓഫ് ദ RBI അല്ലെ. ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിന്റെ റെഗുലേഷൻസ് ഒക്കെ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ RBI പോസസ് സ്പെഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ രാജ്യത്ത് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ് RBIക്ക് ഉള്ളത്. സോ ഇറ്റ് ഈസ് ദ അതോറിറ്റി ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ മോണിറ്ററി സിസ്റ്റം ഓഫ് അവർ കൺട്രി. അതുകൊണ്ട് തന്നെ നമ്മുടെ മോണിറ്ററി സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നത് RBIക്കാണ്. സോ to regulate the issue of banknotes and keeping of reserves with a view of securing monetary stability in India and generally to operate the currency and credit system of the country in advance. അല്ലെ, അവിടെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അതിന്റെ മെയിൻ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് അല്ലെ, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ബാങ്ക് നോട്ട്സ്, അതുപോലെ തന്നെ റിസർവ്സ് കീപ്പ് ചെയ്യുക, മോണിറ്ററി സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു സിസ്റ്റം, ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. So the main function of RBI is to maintain the monetary stability and to maintain stable പേയ്മെന്റ് സിസ്റ്റം അല്ലെ. മോണിറ്ററി സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. Then the other important function of RBI to regulate overall volume of money and credit of the economy to view ensure a reasonable degree of price stability. ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. Then it influences the liquidity and interest rate through a number of operating instruments such as banks and conduct an open market operation, report change in bank rate and times foreign exchange swap operations. അങ്ങനെ ഒരുപാട് എന്താണ് ഓപ്പറേഷൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റെബിലിറ്റി ഈ ഒരു ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിലൂടെ ലിക്വിഡിറ്റിയും ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് മണി മാർക്കറ്റിലെ. ദെൻ രണ്ടാമത് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IFCI ഉണ്ട്, IDBI ഉണ്ട്, അതുപോലെ തന്നെ ICICI, LIC, അതൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ ഡീൽ ഇൻ ദ മണി മാർക്കറ്റ് അല്ലെ. മണി മാർക്കറ്റിനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡീൽ ചെയ്യുന്നുണ്ട്. They undertake lending and borrowing of short term fund. ഷോർട്ട് ടേം ഫണ്ടുകൾ ലെൻഡ് ചെയ്യുക, ബോറോ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിനായിട്ട് ചെയ്യുന്നത്. സോ ദേ ഓൾസോ ലെൻഡ് മണി ടു ബാങ്ക്സ് ആൻഡ് റീഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബാങ്കിന് മണി ലെൻഡ് ചെയ്യുക, റീഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് റീഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. And they transact in large volume and they have a significant impact in the money market. അപ്പോൾ അതിലൂടെ ഒരു ലാർജ് വോളിയം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ആണ് മണി മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ IFCI, IDBI ഒക്കെ, അതുപോലെ തന്നെ ICICI, IRBI, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഷെഡ്യൂൾഡ് ആസ് വെൽ ആസ് നോൺ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉൾപ്പെടുന്നുണ്ട്. പ്രൈവറ്റ് ബാങ്കുകൾ, ഫോറിൻ ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അവരുടെ സബ്സിഡിയറീസ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ദേ അണ്ടർടേക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്. ഷോർട്ട് ടേം ഫണ്ടുകൾ ലെൻഡ് ചെയ്യുക, ബോറോ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദ കളക്റ്റീവ് ഓപ്പറേഷൻസ് ഓഫ് ദ ബാങ്ക്സ് ഓൺ എ ഡേ ടു ഡേ ബേസിസ് ആർ വെരി predominant and hence have a major impact and influence on the interest rate structure of the liquidity position. Then money market denote interbank market and the banks borrow lend between themselves to meet the short-term credit and deposit needs of the economy. Then short-term നോർമലി കവേഴ്സ് ദ ടൈം പീരീഡ് അപ് ടു 1 year. ഇപ്പം നമ്മൾ ഷോർട്ട് ടേം എന്ന് പറഞ്ഞു, ഷോർട്ട് ടേം ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. ഷോർട്ട് ടേം ക്രെഡിറ്റ് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതൊരു ഡെപ്പോസിറ്റ്, എക്കോണമിക്ക് ആവശ്യമായിട്ടുള്ള ഡെപ്പോസിറ്റ്, അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ ഷോർട്ട് ടേം നോർമലി കവേഴ്സ് ടൈം പീരീഡ് അപ് ടു 1 year ആണ്. In other words, the money market provide avenues to the players in the market to strike balance between surplus fund and lenders and obligation to funds for the borrowers. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇത്തരം ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബോറോവിങ്സ്, ഷോർട്ട് ടേം ഫണ്ടുകൾ ലെൻഡിങ് ആൻഡ് ബോറോവിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ആണ്. ഡിസ്കൗണ്ട് ഹൗസസ് ആൻഡ് പ്രൈമറി ഡീലേഴ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ദേ ആർ ദ ഇന്റർമീഡിയറീസ് ഇൻ ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലുള്ള ഇന്റർമീഡിയറീസ് ആണ് ഇവർ. ഡിസ്കൗണ്ട് ഹൗസസ് ഡിസ്കൗണ്ട് ആൻഡ് റീഡിസ്കൗണ്ട് കൊമേഴ്ഷ്യൽ ബിൽ ആൻഡ് ട്രഷറി ബിൽ. ട്രഷറി ബില്ലുകൾ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യാനും റീഡിസ്കൗണ്ട് ചെയ്യാനുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ പ്രൈമറി ഡീലേഴ്സ് വേർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ RBI ഫോർ ഡെവലപ്പിംഗ് എൻ ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഫോർ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ദേ ഓൾസോ അണ്ടർറൈറ്റ് ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർറൈറ്റ് ചെയ്യുന്നുണ്ട് ഡിസ്കൗണ്ട് ഹൗസസ് ആൻഡ് പ്രൈമറി ഡീലേഴ്സിൽ പറയുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബ്രോക്കേഴ്സ് വരുന്നുണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് വരുന്നുണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വരുന്നുണ്ട്, കോർപ്പറേറ്റ് യൂണിറ്റ്സുകൾ വരുന്നുണ്ട്, കോർപ്പറേറ്റ് ഫേംസ്, അതായത് കോർപ്പറേറ്റ് ഫേംസ് ഓപ്പറേറ്റ് ഇൻ മണി മാർക്കറ്റ് ടു റേസ് ഷോർട്ട് ടേം ഫണ്ടുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേ ഇഷ്യൂ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് വിത്ത് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 7 to 1 year. ഒരു 7 to 1 year വരെയുള്ള മെച്യൂരിറ്റി പീരീഡുള്ള കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണ് ഈ ഒരു കോർപ്പറേറ്റ് ഫേംസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ദീസ് പേപ്പേഴ്സ് ആർ യൂസ്ഡ് These papers are issued at a discount and redeemed at a face value on maturity. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുകയും അത് റിഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂവിനും ആണ്. Then these corporate firms use both organized and unorganized sectors of money market. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ഫേംസ് ഓർഗനൈസറും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സും മണി മാർക്കറ്റിലുള്ള ഓർഗനൈസർ അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഫേംസിൽ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് ദേ കൺസിസ്റ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് വരുന്നുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഫേംസ് ഒക്കെ അതിൽ വരും. ദെയർ ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഡിപ്പെൻഡ് ഓൺ ദ റെഗുലേഷൻസിന്റെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇരിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈസ് ദ ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മണി മാർക്കറ്റിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിൽ പറയുന്നത്. ദെൻ ഇത്രയാണ് മെയിനായിട്ട്. പിന്നെ ഗവൺമെന്റ് വരുന്നുണ്ട്. ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ആൻഡ് ദ ലാർജസ്റ്റ് ബോറോവർ ഓഫ് ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലെ ഒരു ലാർജസ്റ്റ് ബോറോവർ കൂടിയാണ് ഇത്. ആൻഡ് ഇറ്റ് റൈസസ് ഫണ്ട്സ് ടു മേക്കപ്പ് ദ ബഡ്ജറ്റ് ഡെഫിസിറ്റ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഗവൺമെന്റ് ഹാസ് സെവറൽ വേസ് ടു കൺട്രോൾ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഗവൺമെന്റിന് ഒരുപാട് വേസ് ഉണ്ട്, ഒരുപാട് വഴികളുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻകം ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതിനെ മെയിനായിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത്. ഒന്ന് ഫിസ്ക്കൽ പോളിസി എന്നും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയും ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അങ്ങനെ 2 മെത്തേഡുകളാണ് ഉള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്നതും
ആരാണ്? ഒരു പ്ലെയർ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഗവൺമെൻറ് വരുന്നുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർപ്പറേറ്റ് ഫേംസ്, മ്യൂച്വൽ ഫണ്ട്സ്, ബ്രോക്കേഴ്സ് വരുന്നുണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട്സ് വരുന്നുണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഇതെല്ലാം ഈ ഒരു മെയിൻ ആയിട്ടുള്ള മണി മാർക്കറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആണ്.